ഉദ്ധിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ വിവാഹ വാർഷികമാണ്. അതായത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ കഠിനാധ്വാനമെല്ലാം സ്വരൂപിച്ചുകൊണ്ട് ഒരു നല്ല വീട് പണിയാൻ ആഗ്രഹിച്ചു. പ്രകൃതി രമണീയവും കുറച്ച് ഫോറസ്റ്റും അടങ്ങിയ ഒരു ഭാഗത്താണ് അദ്ദേഹം വീട് പണിതത്. വീട് പണിതിന് ശേഷം അദ്ദേഹം പലതരത്തിലുള്ള ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടന്നു. നല്ല വീടായിരുന്നു, വളരെ മനോഹരം നിറഞ്ഞ വീടായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ വന്ന് നോക്കിയപ്പോഴേക്കും വളരെ വിഷമം തോന്നി. കാരണം വീട് വളരെ മോശമായി കിടക്കുന്നു. കുറേ സ്ഥലത്ത് പെയിൻ്റൊക്കെ പോയി, കുറേ സ്ഥലത്ത് കുറേ വേസ്റ്റ് പ്രൊഡക്റ്റ് കിടക്കുന്നു, കുറേ മൃഗങ്ങളുടെ വേസ്റ്റ് കിടക്കുന്നു. അങ്ങനെ ഒത്തിരി തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ട് അദ്ദേഹം മനസ്സ് നന്നായിട്ട് വേദനിച്ചു. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും. വണ്ടി സർവീസ് കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. കുറേ നാളുകൾ കൂടി നാം ധ്യാന കേന്ദ്രങ്ങളിലോ മറ്റ് സപ്താഹങ്ങളിലോ അതുപോലെ തന്നെ കൺവെൻഷനുകളിലോ ഒക്കെ മതത്തിനതീതമായി നമ്മുടെ ഓരോരുത്തരും ജീവിതം സർവീസിൽ കൊടുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അവസ്ഥയിലാണ് നാം സർവീസിലേക്ക് കൊടുക്കേണ്ട അവസ്ഥയെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായി 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. കാരണം നമ്മുടെ ഓരോ മനസ്സും ഒരു പുതിയ ഭവനം പോലെയാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ആ ഭവനത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന വ്യത്യാസത്തിലൂടെ ഉണ്ടാകുന്ന പരാജയം. ഉദാഹരണമായി വെള്ളം ചൊകരുക ആ പുതിയ വീട്ടിലേക്ക്. അങ്ങനെ വരുമ്പോൾ അത് നഷ്ടത്തിലേക്ക് വരാം വീടിൻ്റെ. രണ്ടാമത്തെ കാര്യം, പലതരത്തിലുള്ള ബന്ധങ്ങളിലൂടെ, പ്രകൃതിയിലെ പല ബന്ധങ്ങളിലൂടെ ആ വീടിന് പല മോശം കാര്യങ്ങൾ സംഭവിക്കാം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള ബന്ധങ്ങളിലൂടെ നമ്മുടെ മനസ്സിലും പലതരത്തിലുള്ള പാപങ്ങളും ചുക്രികളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും കടന്നു വരാം. മൂന്നാമത്തെ കാര്യം, പ്രകൃതി ശക്തികളിലൂടെ, പ്രകൃതി ശക്തിയുടെ ഫലമായി വീടിന് വളരെയധികം കേടുപാടുകൾ സംഭവിക്കാം, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഹൃദയമാകുന്ന മനസ്സാകുന്ന ഭവനത്തിലും വ്യത്യസ്ത തരത്തിലുള്ള പ്രകൃതിയിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കേടുപാടുകൾ സംഭവിക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ഒരു സർവീസിന് കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ധ്യാനകേന്ദ്രത്തിൽ കൊടുത്തു കഴിയുമ്പോൾ, ഒരു നല്ല കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു പുതിയ ഭവനമാക്കി മാറ്റാം. അതിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് മനസ്സെല്ലാം ക്രമീകരിച്ച് നല്ല രീതിയിൽ വീണ്ടും നമുക്ക് സർവീസ് കൊടുത്ത് സ്വീകരിച്ച വണ്ടി പോലെ നമ്മുടെ ജീവൻ നിറഞ്ഞ സ്വർഗീയ ഭവനമായ ഹൃദയത്തെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായ ഭവനത്തെ സ്വീകരിക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് നമ്മൾ പലതരത്തിലുള്ള ധ്യാനങ്ങൾ സംബന്ധിക്കുന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. അതിനാൽ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നല്ലൊരു സർവീസിനും എടുക്കുവാൻ ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും 1000 നന്ദി.